ഗൈസ് അവന് ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടുപൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ടുപൊക്കോ, അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചോ നേരിട്ട് കണ്ടോ നിങ്ങൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുക. കഴിവതും നിങ്ങളുടെ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാതിരിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി വ്ലോഗ് യൂട്യൂബ് ചാനലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രവീൺ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രണവും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇപ്പോൾ തന്നെ 3.2 മില്യൺ വ്യൂസ് കഴിഞ്ഞ് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ പ്രണവുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇവരെ 3 പേരെ ഉൾപ്പെടുത്തിയാണ് പ്രണവ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രണവും അമ്മയും നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് നല്ല രീതിയിൽ ചർച്ചയാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ പ്രവീണിന്റെ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ അടിയിൽ പോയി ആളുകൾ പ്രണവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ ഇടാൻ തുടങ്ങി. പിന്നെ കമന്റ് ഇടുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാനൊന്നും സാധിക്കില്ല. നിങ്ങളുടെ ഫാമിലി വ്ലോഗൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഇമോഷണലായി അറ്റാച്ച്ഡായി നിൽക്കുന്നവരൊക്കെ കാണുമ്പോൾ സഹിക്കാതെ വരും. അവർ വന്നിരുന്ന് അവരുടെ ഇമോഷൻസ് ഒക്കെ കാണിക്കും. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ നമുക്ക് പ്രണവിന് എന്താണ് പറയാനുള്ളതെന്ന് കണ്ടു നോക്കാം. മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത്. എന്നെ വിളിച്ച് ചോദിച്ചമ്മ പിന്നെ വാർഡ് നമ്പർ എത്രയാ, പിന്നെ വില്ലേജ് എവിടെ, പഞ്ചായത്തിന്റെ ചോദിച്ചിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്, ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. പ്രവീണിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് അഡ്രസ്സിന്റെ ഇഷ്യൂ. പ്രവീൺ വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ട്, തൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആഡ് ചെയ്യാൻ ഒരു അഡ്രസ്സ് പോലും ഇല്ലാതായി. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കൊച്ചു പറയുന്നത്. അമ്മ തന്നെയാണ് പ്രവീൺ വിളിച്ചപ്പോൾ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്തത്. പിന്നെ ഒരു രണ്ടാമത് പറയുന്ന ഒരു കാര്യമാണ്, ഈ വീടാണ് അവൻ്റെ വീട്, ഈ വീടല്ലാതെ അവന് വേറെ ഏത് വീടാണുള്ളത്. ഇത്രയും നാൾ അവരൊക്കെ ഒരുമിച്ച് ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ച വീടല്ലേ അത്. ഇപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ബ്ലഡ് റിലേഷൻഷിപ്പ് ആണല്ലോ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിണക്കത്തിനും ദേഷ്യത്തിനും ഒന്നും ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല. കഴിവതും ഈ ഒരു ഇഷ്യൂ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. നിങ്ങളായിട്ട് നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കൊണ്ടുവന്ന ഒരു ചാനലാണത്. അപ്പോൾ അതിങ്ങനെ നശിപ്പിച്ച് കളയരുത്. അപ്പോൾ നമുക്ക് പ്രണവിന് ബാക്കി എന്താണ് പറയാനുള്ളതെന്ന് കൂടി കണ്ടു നോക്കാം. നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ്. അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോകണതാണ്. പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ട് ഒരു മറുപടികളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത്. ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നത് എനിക്കറിയില്ല. പ്രവീണി അഡ്രസ്സിന്റെ ഇഷ്യൂ ഒക്കെ സംസാരിച്ചപ്പോൾ ഇവർക്ക് മാനസികമായി നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും അച്ഛൻ പുറത്തോട്ടിറങ്ങുമ്പോൾ ആളുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്തിനാണ് മൂത്ത മകനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കത്തേ ഉള്ളു. അതിൽ പ്രവീൺ എടുത്തു പറയുന്നുണ്ട്, എനിക്കിനി അഡ്രസ് ഇല്ല, ഞാൻ എങ്ങോട്ട് പോകും അറിയില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീട്ടുകാരുടെ അടുത്താണ് ചോദ്യങ്ങൾ വരുന്നത്. കഴിവതും പ്രവീണിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല. അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല. ഒരിക്കലും ഇല്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. കാര്യം നിങ്ങൾ തമ്മിൽ എന്ത് വഴക്കുണ്ടെങ്കിലും ചേട്ടൻ അനിയൻ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അതൊന്നും അടർത്തി മാറ്റാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഈ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കരയുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാക്കാതിരിക്കുക. നാട്ടുകാർ ഇതൊക്കെ കാണുമ്പോൾ കൈകൊട്ടി ചിരിക്കാനായിട്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ വന്ന് പബ്ലിക്കിന്റെ മുന്നിലൊന്നും വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം മോശമാണ്. പിന്നെ ഇവരൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചടയമംഗലം പൂങ്കോട് സ്കൂളിലാണ് +1 +2 ഒക്കെ പഠിച്ചത്. ഞാനൊക്കെ അവിടെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഇവരെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവരെ ഈ ഒരു അവസ്ഥയെ കാണുമ്പം നല്ല സങ്കടമുണ്ട്.
എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം. എല്ലാരും മുമ്പിൽ അമ്മായിയമ്മ ഭയങ്കരയാണ്. എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. ഒരു ഇത്രയും നേരമായി, ഇപ്പൊ മണി 4 ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവരെന്തിനാ അത് പറഞ്ഞത്? അവന്റെ അടുത്ത് പറഞ്ഞത് നീ ഇങ്ങനെ പറയില്ലേ, അത് തെറ്റാണ്. അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മായിയമ്മ പോര്, അമ്മായിയമ്മ ഭയങ്കരിയാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരും. ഇവരുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ഞാനതിവിടെ കൊടുക്കാം. മൃദുല കുഴപ്പക്കാരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അതിന് 132 പേരാണ് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. നേരത്തെ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഓപ്പോസിറ്റ് പറഞ്ഞത്. ഇപ്പോൾ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ നേരെ മൃദുലയുടെ മേലോട്ടായി. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചോ നേരിട്ട് കണ്ടോ നിങ്ങൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിവതും നിങ്ങളുടെ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാതിരിക്കുക. ബാക്കി കൂടി കണ്ടു നോക്കാം. ഗൈസ്, അവന് ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടുപൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ടുപൊക്കോ. അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ. പിന്നെ എന്തിനാണ് ഞങ്ങളെ കരിവാരി തേക്കുന്നത്? അവന് ഇവിടെ ഒന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടെ നിന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ ഇറങ്ങിപ്പോയി. ഇതിൽ പ്രണവ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ, ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അമ്മയും കൂടെ പറയുന്നുണ്ട് ശരി അവൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ചാനലിന്റെ പേരിൽ ഒരു ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്. ചാനലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെയും അവകാശമാണ്. അത് ഒരാൾക്കിടയിലേക്കായി പോകുമ്പോൾ പിന്നെ ആൾക്കാർക്കിടയിലേക്ക് എത്രമാത്രം അക്സെപ്റ്റൻസി വരുമെന്ന് അറിയില്ല. ഞാൻ നിങ്ങളുടെ ചലഞ്ചസ് വീഡിയോസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയാണ്, ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളതുപോലെ ഒന്നിച്ച് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ. ഇനിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.